ഇമോഷണൽ ആൻഡ് ഇൻസ്പയറിംഗ് ഗോൾസ് ഉണ്ടായിരിക്കണം. അതില്ല എന്നുള്ളതാണ് പല ആൾക്കാരുടെയും പ്രശ്നം. എച്ച്.എൽ. ഹണ്ട് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു വലിയ വ്യവസായിയായ ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സന്ദേശം ലോകത്തിന് കൊടുത്ത ഏറ്റവും പ്രസക്തമായ സന്ദേശമാണിത്. There are only 3 requirements for success. അയാൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മതി. ഒന്ന്, ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുക, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുക, എന്തൊക്കെ വാങ്ങണമെന്ന് തീരുമാനിക്കുക, എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുക. സെക്കൻഡ്, രണ്ടാമത്തത് അത് എന്ത് വില വരുമെന്ന് അറിയും. മൂന്നാമത്തത് കഠിനാധ്വാനം കൊണ്ട് ആ വിലയെ കൊടുക്കുക. പ്രശ്നം ഒന്ന്, എന്തൊക്കെ വേണമെന്ന് അറിയില്ല. പ്രശ്നം രണ്ട്, അതിനെന്ത് വാല്യൂ ഉണ്ടെന്ന് അറിയില്ല. എന്ത് വേണമെന്ന് അറിയില്ല, പിന്നെ എങ്ങനെ വാല്യൂ അറിയുന്നു? എന്ത് വാല്യൂ ഇല്ല ഉണ്ടെന്ന് അറിയുന്നതിനെ പിന്നെ എങ്ങനെ പേ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത ലക്ഷ്യങ്ങൾ എഴുതി തീരുമാനിക്കപ്പെട്ടവരായിരിക്കണം. അതിനുവേണ്ടി 24 മണിക്കൂർ മൂന്നിലും ഉറക്കത്തിലും ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും ആ ലക്ഷ്യബോധം നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇനി എന്താണ് ഈ ബിസിനസിന്റെ പോസിബിലിറ്റി? സാധ്യതയുണ്ടോ, ഫ്യൂച്ചർ ഉണ്ടോ തിരിച്ചറിയണം. 3 പോയിന്റ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ 85% വരുന്ന ആളുകൾക്കും അവരുടെ ജീവിത നിലവാരം നിലനിർത്താൻ അധിക വരുമാനം കൂടിയേ പറ്റും. ചെലവുകൾ കുതിച്ചുയരുന്നു, വരുമാനത്തിൽ വർധനവില്ല. ഈ സമയത്ത് അവരുടെ ജീവിത നിലവാരം താഴെ പോകാതെ നിലനിർത്താനും നിലവിലുള്ള വരുമാനത്തോടൊപ്പം അഡീഷണൽ ഇൻകം കൂടിയേ പറ്റൂ. വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ അവരുടെ ഇൻകത്തിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് പുതിയ പുതിയ മേഖലകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ വരുമാനം നിലനിർത്താൻ, അവരുടെ ജീവ നിലവാരം നിലനിർത്താൻ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. സാധാരണക്കാരൻ ഒരു വരുമാനം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വരുമാനത്തെ കുറിച്ച് ചിന്തിക്കില്ല. ഒരു ഐഡി സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഐഡി ഡെവലപ്പ് ചെയ്യാനുള്ള സമയമായി എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ ഐഡി സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ആവാൻ ചെയ്യാൻ പാടില്ല, മൂന്നാമത്തെ ഐഡി തുടങ്ങണമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വരുമാനം കൂട്ടണം. സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞേ ചെയ്യാവുള്ളൂ, അല്ലാതെ ചെയ്യരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതാണ് എക്സ്ട്രാ ഇൻകത്തെ കുറിച്ച് പറയുന്നത്. ആ 85% പേർക്കും അവരുടെ പ്രൊഫഷനോടൊപ്പം ചെയ്യാവുന്ന ഒരു ബിസിനസ്സോ ഒരു അവസരമോ ഇല്ല. ഇനി അടുത്തത് 80%-ലധികം ആളുകൾക്കും ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉതകുന്ന സേവിങ്സ് കിട്ടുന്ന, മിച്ചം വെക്കാൻ പറ്റുന്ന ഒരു അവസരം ഇല്ല. മൈ ലൈഫിൽ അതിനുള്ള അവസരമാണ്. 99% ആളുകൾക്കും ഒരു പാസീവ് ഇൻകം കിട്ടാനുള്ള ഒരു അവസരം ഇല്ല. നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ യുണീക് സെല്ലിംഗ് പോയിന്റ് USP ആണെന്ന് പാസീവ് ഇൻകം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇന്നത്തെ പ്രശ്നങ്ങളുടെ ചലഞ്ചസ് എന്തൊക്കെയാണ്? ഈ സാഹചര്യത്തിൽ ഈ ബിസിനസിന്റെ പ്രസക്തി കൂടുക. അൺഎംപ്ലോയ്മെന്റ് ബിഗ്ഗസ്റ്റ് ചലഞ്ച് ആണ്. തൊഴിലില്ലായ്മ, അണ്ടർ എംപ്ലോയ്മെന്റ്, ജോലി കൊണ്ട് ആവശ്യത്തിനുള്ള സാലറി ഇല്ല, അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അടുത്തത് അൺഎംപ്ലോയ്മെന്റ്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇന്റർവ്യൂ പോയാൽ പാസ്സാവില്ല. ജോബ് ലോസ്, ഉള്ള ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ. വലിയ വലിയ കമ്പനികളിൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ജോലിക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത സമയമാണ്. ഇന്ന് ജോലിയുണ്ട്, നാളെ ഉണ്ടോ എന്നറിയില്ല. ചലഞ്ചസ് ഇൻ ബിസിനസ്. മറ്റുള്ള എല്ലാ മേഖലകളിലും വലിയ വലിയ പ്രതിസന്ധികളാണ്. വൻകിട ബിസിനസ്സുകാർ പോലും വലിയ പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥ. അറ്റ്ലസ് രാമചന്ദ്രനെയും ജെഡ് എയർവേസിന്റെ നരേഷ് ഗോയലിനെയും ഒക്കെ എല്ലാവർക്കും അറിയാലോ. കഫേ കോഫിയുടെ സിദ്ധാർത്ഥന്റെ സിറ്റുവേഷൻസ് അറിയാമായിരുന്നല്ലോ. വലിയ വിജയിച്ച ബിസിനസ്സുകാരായവരൊക്കെ അവരൊക്കെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ആൻഡ് ചലഞ്ചസ് ഇൻ അഗ്രികൾച്ചർ. വികസന രാഷ്ട്രമായ ഇന്ത്യയുടെ നട്ടെൽ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ 98% കർഷകരും ഇന്ന് അസംതൃപ്തരാണ്. NRIs ഇഷ്യൂസ്, മലപ്പുറംകാരോട് NRIസിന്റെ ഇഷ്യൂസ് പറയേണ്ട ആവശ്യം അതിന് ഞാൻ യോഗ്യരല്ല. ബേസിക്കലി യു നോ ദാറ്റ്. അവരുടെ എന്തുമാത്രം പ്രയാസപ്പെട്ടാണ് രണ്ടറ്റങ്ങൾ കുട്ടിക്കുട്ടിക്ക് ഇവിടെ വരുമ്പോൾ നല്ല പെർഫ്യൂമും അത്തറവും ഒക്കെ അടിച്ചിട്ട് നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഉള്ളിലുള്ള വേദന അവർക്കേ അറിയൂ. ഞാൻ പറയുന്നത് ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ മൈ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത്. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ്, ഏറ്റവും കൂടുതൽ ഫുൾ ടൈമേഴ്സ് ഉള്ള കമ്പനിയാണ്, ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്, ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഇനി ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയിക്കണമെങ്കിൽ E+R = O എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബിസിനസ്സിനോട് കാണിക്കുന്ന പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും പ്രവർത്തനവുമാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത്. ഇതിലേക്ക് വന്നതുകൊണ്ട് വിജയിക്കോ? ഇല്ല. സിനിമയിൽ വന്നതുകൊണ്ട് എല്ലാവരും മോഹൻലാലും അമിതാഭ് ബച്ചനും ഷാരൂഖ് ഖാനും ഒക്കെ ആയോ? ഇല്ല. അവര് കാണിച്ച കമ്മിറ്റ്മെന്റ് ആണ് അവരെ
കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടതിനെ കുറിച്ച് പല സ്ഥലങ്ങളിൽ അവർ ഇപ്പോൾ പറയാറുണ്ട്. വരാൻ പോകുന്ന തലമുറയ്ക്കുള്ള ഒരു വലിയ മെസ്സേജ് ആണത്. അവരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നതുപോലെ നമ്മളെന്താണ് വായിക്കുന്നത്, സ്ട്രഗിൾ ചെയ്യില്ലായിരുന്നു. പെർഫോം ചെയ്ത് നിന്നിട്ട് ഒന്നുമല്ലായി പോകുന്ന അവസ്ഥയിൽ നിന്നും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ പോലും ഈ മഹാനടന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, വലിയ ബിസിനസ്സുകാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായി പോകരുത്. അതൊരു പുനർവിചിന്തനം നടത്താനുള്ള ഒരു അവസരം ദൈവം തന്നതായി മാത്രമേ പരിഗണിക്കാവൂ. ഒരു വിലയിരുത്തലുള്ള അവസരമാണ്. എവിടൊക്കെ താളപ്പിഴകൾ വന്നു, എന്തൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്തു, എന്തൊക്കെ പാകപ്പിഴകളാണ്, എന്തൊക്കെ കുറ്റങ്ങളാണ് നമ്മുടെ ഭാഗത്ത് വന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണോ ശ്രമിക്കുന്നത്? അല്ല, നമ്മുടെ വിഷയമാണ്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈവന്റിനെ മാറ്റിയിട്ടൊന്നും കാര്യമില്ല, അല്ലെ? മൈ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന രീതിയിൽ അതിന്റെ റെസ്പോൺസിൽ മാറ്റം വരാം. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് മാറും. നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടിൽ സംതൃപ്തനല്ലെങ്കിൽ ഇതുവരെ ചിന്തിച്ചിരുന്ന ചിന്താരീതി മാറണം, ഇതുവരെ തീരുമാനിച്ചിരുന്ന തീരുമാനങ്ങളുടെ രീതി മാറണം, ഇതുവരെ പ്രവർത്തിച്ച രീതി മാറണം. ടോട്ടലി ചേഞ്ച് ആവണം. ആർ യു റെഡി ടു ചേഞ്ച്? ഈ ലോകത്ത് മാറ്റം വരാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അത് മാറ്റം മാത്രമാണ്. മാറാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. മാറാത്തവരാൽ ഈ ലോകത്ത് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. മാറ്റം വരുത്താത്തവരെ മാറ്റം വരണം ഈ ലോകത്തും എന്ന് മാറ്റും. അങ്ങനെ ലോകത്തൊന്ന് മാറാൻ വേണ്ടി നിൽക്കണോ? അത് അതിലൊന്ന് മാറണം. മാറ്റം വരുന്നതിനൊന്ന് മാറാൻ തയ്യാറായിക്കൊള്ളൂ. അത് മാത്രമേ ഉള്ളൂ മാർഗം, വേറൊരു മാർഗവും ഇല്ല. ഇനി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത പ്രധാനപ്പെട്ട ഘടകമാണ് ഹൈ ഇൻകം പൊട്ടൻഷ്യൽ ഇൻ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. ഈ ബിസിനസ്സിലൂടെ 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം ഒക്കെ വരുമാനം വാങ്ങാം. 1 കോടി, 5 കോടി, 10 കോടി വരുമാനം വാങ്ങാൻ സാധിക്കും. ഞാനൊരു ജോലിക്ക് പോയാൽ അതൊരിക്കലും കിട്ടില്ല. എന്റെ സ്കെയിൽ ഓഫ് പേ അത്രയും വരില്ല. ഇനി എന്തുകൊണ്ടാണ് ആ ഹൈ ഇൻകം പൊട്ടൻഷ്യൽ വരുന്നത്? എക്സ്പോണൻഷ്യൽ നേച്ചർ ഇൻ ദ ഇൻകം. നമ്മുടെ വരുമാനം സ്ഫോടനാത്മകമായ രീതിയിലാണ് വളരുന്നത്. മാത്തമാറ്റിക്സിൽ പഠിച്ചതുപോലെ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ, GP, ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. എന്താണ് ജോമെട്രിക്കൽ പ്രോഗ്രഷൻ? 1, 2, 4, 16, 64. ഇതാണ് ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ ഉണ്ട്, AP. എന്താണ്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ. 10 വരുമ്പോൾ 10 ആവത്തുള്ളൂ, മറ്റേത് 10 വരുമ്പോഴും ആയിരങ്ങൾ കഴിയും. ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഇഫക്റ്റ്. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് ഇവിടെ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സ്കിൽ, ടൈം ആൻഡ് എഫേർട്ട്. കഴിവുകൾ, സമയം, അധ്വാനം, അല്ലെ? ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ടേൺ ഓവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നത്. ഇനി ഈ ബിസിനസ്സിൽ 2,10,000 മാർഗം എത്ര സിമ്പിൾ ആണ് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളുടെ കൂടെ 1000 ആളുകൾ 2 ഓർഗനൈസേഷനിൽ ഒരാഴ്ചയിൽ 1000 രൂപ വരുമാനം വാങ്ങിച്ചാൽ നിങ്ങൾ പെർമനന്റ് സ്വീകരിച്ചു. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. സിമ്പിൾ. 1000 രൂപ വരുമാനം എത്ര തവണ 10,000 ടീം മാച്ച് ചെയ്യണം. അപ്പൊ അവരെ എത്ര ബിസിനസ് വോളിയമായി? 20,000. 20,000 വെച്ചിട്ട് 1000 പേര് വാങ്ങിച്ച എത്രയായി? 20,000 കൂടെ 3 പൂജ്യം കൂടെ 2 lakh, 20 lakh, 2 crores ആയി. 1000 പേര് വേണ്ട, 100 പേര് പഠിക്കണം. യു ഗോട്ട് മൈ പോയിന്റ് ക്ലിയർ? ഒരിക്കൽ കൂടി ക്ലിയർ ആക്കാം. 1000 രൂപ വരുമാനം വാങ്ങുന്ന 100 പേർ നിങ്ങളുടെ 2 ഓർഗനൈസേഷനിൽ എല്ലാ ആഴ്ചയിലും നിലനിന്ന് പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെർമനന്റ് സെയിലിംഗ് കിട്ടും. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ബിസിനസ്. 1000 രൂപ വാങ്ങാൻ വലിയ പ്രയാസമാണോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ടീമിനെ എംപവർ ചെയ്താൽ മതി. നിങ്ങൾ എംപവർ ആണെങ്കിൽ മാത്രമേ ടീം എംപവർ ആവുള്ളൂ. ടീം ഇല്ലാത്തതല്ല കാര്യം, ടീം പ്രവർത്തന സജ്ജമാവാത്തതാണ് പ്രശ്നം. ടീം പ്രവർത്തന സജ്ജമാവാത്തതിന്റെ കാര്യത്തിൽ ട്രെയിൻ പോലെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ. ട്രെയിനിൽ വന്ന് എങ്ങനെയാണ്? ട്രെയിനിൽ എത്ര കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും? ഒന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളോ? പല 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 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ട്രെയിൻ ഓടിക്കുന്ന എല്ലാ കമ്പാർട്ട്മെന്റിലും ഡ്രൈവറുണ്ട്. ഒരു എഞ്ചിൻ റൂമിൽ മാത്രമേ ഡ്രൈവർ ഇരിക്കുന്നുള്ളൂ. ഇനി ട്രെയിനിൽ കയറുന്നുണ്ടെന്ന് നോക്കട്ടെ, ഡ്രൈവർ ഉണ്ടോ? അവ മദ്യപിച്ചിട്ടുണ്ടോ? എന്നിട്ട് ട്രെയിനിൽ കയറണം പറഞ്ഞിരുന്നാലോ? വിശ്വാസമായിട്ട് കയറിയേക്കണം. ഏത് കമ്പാർട്ട്മെന്റിലാണോ? ജനറൽ കമ്പാർട്ട്മെന്റാണ്, ജനറൽ കമ്പാർട്ട്മെന്റ് S2 ആണ്, S2. AC കോച്ച് ആണെങ്കിൽ AC കോച്ച് അവിടെ കയറി ആ പറഞ്ഞ സീറ്റിലിരിക്കുക. ഇറങ്ങാനായിട്ട് ഇറങ്ങി പോയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. കറക്റ്റാണോ? യെസ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇനിഷ്യൽ കാലഘട്ടങ്ങളിൽ നമ്മൾ ആ ട്രെയിനെ റൺ ചെയ്യുന്ന ഒരു ഡ്രൈവർ പോലെയാണ്. നമ്മളിത് ഓടിച്ചുകൊണ്ട് പോയാലേ മൊത്തത്തിൽ ഓടത്തുള്ളൂ. ഓടിക്കുന്നവൻ ഓടിക്കുന്നത് നിർത്തിയാൽ അവിടെ കിടക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ടീം 100 സ്റ്റെപ്പ് മുന്നോട്ട് പോകും. നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ടീം 100 സ്റ്റെപ്പ്
മുന്നോട്ട് വെക്കും. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് 10 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാമെന്നാണ് നമ്മുടെ ചോദ്യം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ശക്തമാവട്ടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമാവട്ടെ, ഓരോ ദിവസവും വളരെ ആവേശത്തോടുകൂടി ബിസിനസ് ചെയ്യട്ടെ. അപ്പോഴാണ് ബിസിനസ് മാറ്റം വരാൻ പോകുന്നത്. ഇനി രണ്ടാമത്തത് പാസീവ് ഇൻകം ഓഫ് ദിസ് ബിസിനസ്. എന്താണ് ഈ ബിസിനസിന്റെ റെസിഡ്യൂവൽ ഇൻകം അല്ലെങ്കിൽ പാസീവ് ഇൻകം? അത് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടീമിലുള്ള ഈ 1000, 100, 200 പേര് 1000, 2000 ആയി, 2000, 3000, 4000 ആയി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ സീലിംഗ് സ്റ്റെബിലൈസ് ആയില്ലേ? ആ ടീമിനെ നയിക്കാൻ മുന്നിൽ നിന്ന് നയിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ദിസ് ഈസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ബിസിനസ്. അതിന് നിങ്ങളുടെ യോഗ്യതയൊന്നും അനുഭവിക്കുന്നത്. ഇവിടെ നിരവധി ആളുകൾ ഇന്നിപ്പോ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നുണ്ട്. ആ സിറ്റുവേഷൻ എൻജോയ് ചെയ്തിട്ടുള്ള ആളുകൾ. ഐ ആം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് അവർ ഫസ്റ്റ് ITC, one and all ITC in മലപ്പുറം, സുരേഷ് സർ. അദ്ദേഹം ഈ ബിസിനസ്സിലൂടെ ആദ്യം അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ട സന്ദർഭം ഓർക്കുന്നു. ആളുടെ ആവേശം ഞാൻ ഓർക്കുന്നു. ആ സമയത്ത് ആദ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഓർക്കുന്നു. ആ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ഇന്ന് ITC ലീഡറാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന അച്ചീവ്മെന്റിനെ കുറിച്ചും നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജും അദ്ദേഹം വരുന്നൊരു 3 മിനിറ്റ് കൊണ്ട് സുരേഷ് സാർ ഒന്ന് ഷെയർ ചെയ്യണം സർ. ഒരു ശക്തമായ കൈയടിയോടൊപ്പം അദ്ദേഹത്തെ